ഹായ് ഗൈസ്, ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി. ഞാൻ വേറൊരു സിനിമ കണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വയനാട് വളരെ മോശം അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 ദിവസം ഭയങ്കര മഴയായിരിക്കും എന്നുള്ള ഒരു പ്രവചനവും വന്നിട്ടുണ്ട്. സോ എല്ലാവരും പ്ലീസ് ബി കെയർഫുൾ. വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും എല്ലാവരും വളരെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും ഒക്കെ ചെയ്യാൻ. എനിവേയ്സ്, എന്താ അല്ലേ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള പരിപാടിയല്ല. നേച്ചർ എന്ന് പറയുന്ന സാധനം ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. എനിവേയ്സ്, എന്താണെങ്കിലും എൻ്റെ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ് ടു ഈച്ച് ആൻഡ് എവറി ഫാമിലി ആൻഡ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത് നമ്മൾ അതിജീവിക്കും ഗൈസ്. എനിവേയ്സ്, എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്നൊരു പടം കണ്ടായിരുന്നു. രായൻ എന്നാണ് സിനിമയുടെ പേര്. ധനുഷാണ് അഭിനയിച്ചിരിക്കുന്നത്, ധനുഷാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ധനുഷ് തന്നെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. IMDbയിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ബൈ രമേശ് കുച്ചാരി രായർ, കലാനിധി മാരൻ, അവരൊക്കെ തന്നെയാണ്. ഈ സിനിമയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരേ ഒരു സാധനം, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അതിലൊരു മെയിൻ ഘടകം റഹ്മാൻ്റെ BGM പാട്ടും. അങ്ങേര് വേറെ ലെവലാണ്. അത് എടുത്ത് തന്നെ പറയണോടെ, ഒരു ഒരു ഇൻ്റർവെൽ ഒരു പഞ്ചുണ്ട് ഈ സിനിമയിൽ. അതിൻ്റെ വരണ ഒരു മ്യൂസിക്കും ഇമോഷണൽ സീൻസിന് പുള്ളി കൊടുക്കുന്ന ഒരു അപ്ലിഫ്റ്റും അതൊക്കെ ഒരു വേറെ ലെവലാണ്. ഈ റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഇൻക്രെഡിബിൾ. അതേപോലെ സിനിമാറ്റോഗ്രഫി ഓം പ്രകാശ്, അതുപോലെ എഡിറ്റിംഗ് ബൈ പ്രസന്ന GK, ആർട്ട് ഡയറക്ടർ ബൈ ജാക്കി, കോസ്റ്റ്യൂം ഡിസൈൻ ബൈ കാവ്യ ശ്രീരാം. ഈ ആർട്ട് ഡയറക്ഷനെ പറ്റി എടുത്ത് തന്നെ പറയണം. ലാസ്റ്റ് ക്ലൈമാക്സിലെ ആർട്ട് പരിപാടിയൊക്കെ ആണെങ്കിലും എല്ലാം ആ ഒരു പരിപാടി ആകുമ്പോൾ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് രാജ B. രാജ, പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് MS അരവിന്ദ്, ടോം മൈക്കിൾ, വിഷ്വൽ എഫക്ട്സ് ബൈ അശ്വിൻ സാൻഫ്രാൻ. പിന്നെ അങ്ങനെ പോകുന്നു. അഭിനയിച്ചിരിക്കുന്നവർ ധനുഷ്, SJ സൂര്യ വില്ലനാണ് കേട്ടോ, പ്രകാശ് രാജ് അണ്ണൻ, K. സെൽവരാഘവൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. തുഷാര വിജയൻ, എനിക്ക് തോന്നുന്നു ധനുഷിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. സൂപ്പറായിരുന്നു, വേറെ ലെവലായിരുന്നു. ആ പെണ്ണ് കിടു, നാലാടിപ്പൊളി ഭാവിയുണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക്. സന്ദീപ് കൃഷ്ണ, വൺ ഓഫ് ദ ബ്രദർ. അപർണ ബാലമുരളി, ഈ സന്ദീപ് കൃഷ്ണയുടെ ലൈനായിട്ടാണ് ആ പടത്തിൽ വരുന്നേക്കുന്നത്. കാളിദാസ് ജയറാം, വൺ ഓഫ് ദ അനിയൻ. വരലക്ഷ്മി ശരത് കുമാർ, വൺ ഓഫ് ദ ഭാര്യ ഓഫ് SJ സൂര്യ. പിന്നെ നമ്മുടെ ദിവ്യ പിള്ളെ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരിയുണ്ട് എന്ന് പറയേണ്ട ഒരു നല്ലൊരു കാസ്റ്റും. അവരൊക്കെ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ ഈച്ച് ആൻഡ് എവരി വൺ പൊളിച്ചടുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. എസ്പെഷ്യലി ധനുഷ്, ധനുഷ്. SJ സൂര്യ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വന്താ സുട്ട എന്നടാ മറ്റേ ജാക്കി, ആ ഒരു ചെറിയ സാധനം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചൊന്ന് പുള്ളി കുറയ്ക്കേണ്ട സമയം ആയിരിക്കുകയാണ് ആ ഒരു ടൈപ്പ്. പിന്നെ സെൽവരാഘവൻ അടിപൊളിയായിരുന്നു. സിനിമയിൽ ഞാൻ പറയാം, എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സിനിമയുടെ വേറെ ലെവലായിരുന്നു. ഫെൻറ്റാസ്റ്റിക് സംഭവം. തങ്കച്ചിപ്പാസം, തമ്പിപ്പാസം ആ ഐറ്റം തന്നെയാണ് ഇവർ പിടിച്ചേക്കുന്നത്. എന്നാലും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ആ ഇൻ്റർവെൽ പോയിൻ്റ് സാധനം. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിൽ കസറിയിട്ടുള്ളത് നമ്മുടെ ഈ തുഷാര വിജയൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അതേപോലെ പുള്ളിക്കാരി ഒരു വേറൊരു മുട്ടം സീനും ഈ പടത്തിലുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് കഴിഞ്ഞാൽ പിന്നെ പടം വളരെ ആവറേജായിട്ട്, വളരെ പ്രഡിക്റ്റബിളായിട്ട്, നമ്മളൊക്കെ കണ്ട് മടുത്ത ഫ്രെയിമും മാറ്റതും മറിച്ചതും വെട്ടും കുത്തും കൊലപാതകത്തിൽ അങ്ങ് അവസാനം. അതാണ് ഈ പടത്തിൻ്റെ ഒരു സംഭവം. ഫസ്റ്റ് ഹാഫ് കാണുക, ഇറങ്ങി പോവുക, ടിക്കറ്റ് എടുക്കുക, ഫസ്റ്റ് ഹാഫ് കാണുക, എൻജോയ് ചെയ്യുക, ഇറങ്ങുക. പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന അനിയന്മാർ തിരിയാണ്, അനിയൻ ചാട്ടനെ കുത്താൻ പോവാണ്. ഈ സാധനത്തിനൊന്നും ഒരു രീതിയിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. എന്തിനാണ് ഈ അനിയന്മാർ തിരിഞ്ഞതെന്ന്. അതായത് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പറയാം, ചാട്ടൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, ചേട്ടന് ചിന്താതിയിൽ ഇവരൊക്കെ ജീവിക്കുന്നു, അത് പറ്റൂല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ന്യായീകരിക്കാം. പക്ഷേ ആ ലെവൽ ഓഫ് ഒരു ഇതിന് വേണ്ടിയിട്ട് എന്ത് കുന്തമാണ് ചേട്ടൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനൊക്കെയോ വേണ്ടി അങ്ങനെയൊക്കെ റൈറ്റ് ചെയ്തതുപോലെ, അതായത് കുറച്ച് നല്ല ഡാർക്ക് ആക്കാൻ വേണ്ടി തന്നെ ചെയ്തതുപോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു ആ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞു ഇതൊരു ബോറ് പടമൊന്നോ ശോക പടമൊന്നും അല്ല. നല്ല ഒരു നമുക്കിങ്ങനെ എൻഗേജ് ചെയ്ത് സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ധനുഷിൻ്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്.
പക്ഷേ ഞാൻ പറയാം റൈറ്റിങ്ങിൽ കുറച്ച് പാളിപ്പോയി എന്നാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയത്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ബ്രില്യൻറ്റ്, എസ്പെഷ്യലി ദാറ്റ് ഇൻ്റർവെൽ സാധനം, അതൊരു വെടിക്കെട്ട് സാധനം. അതിൻ്റെ കൂടെ റഹ്മാൻ ഒരു സാധനവും പിടിച്ചിട്ടുണ്ട്. ഊഫ് പൊളി. ഞാൻ പറഞ്ഞില്ലേ അണ്ണൻ താണ്ട റഹ്മാൻ താ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്താണെങ്കിലും ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ളൊരു സിനിമയാണ്. സിനിമയും വൺ ടൈം വാച്ച് ആണല്ലേ, ശരിയാണ്. ഇതും അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാം. പോപ്കോണും വാങ്ങിച്ച് വെച്ചിരുന്ന് മടമടാന്ന് തിന്നുകൊണ്ടിരുന്ന് കാണാം. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ച് ബോറടിക്കും. ഞാൻ പറയില്ലേ, ലെങ്ത്തൊക്കെ കുറച്ചൊന്നും അവന്മാർക്ക് ചുരുക്കാമായിരുന്നു ഇനിയും. ആൻഡ് അതേപോലെ തന്നെ കുറേ സീനൊക്കെ എടുത്ത് വിളയക്കളയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറയും കുറച്ച് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് നമുക്ക് ഷടയെന്ന് പറഞ്ഞ് എത്താം. ഇവർ അതിനിട്ട് വലിച്ച് നീട്ടിയേ മനസ്സിലായില്ല. നമുക്ക് കാര്യം മനസ്സിലായി എന്താണ് അവിടെ സംഭവിക്കാൻ പോണത്, അവസാനം എന്തോന്നാണെന്ന് നമുക്ക് സിനിമ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ പടം വേറെ ലെവലിൽ നിന്നേനെ. എന്തായാലും ആ ഒരു ഫസ്റ്റിലെ ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ടിങ് ആണെങ്കിലും ഒക്കെ നല്ല രസമായിട്ട് കളിച്ചു. പിന്നെ ധനുഷിൻ്റെ കുറേ തഗ് ഡയലോഗും രോമാഞ്ചിഫിക്കേഷനും സ്ലോ മോഷനും വെട്ടും കുത്തും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ടിപ്പിക്കൽ ഒരു ഗ്യാങ്സ്റ്റർ അങ്ങനത്തെ ഒരു സാധനം കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം പോയി കാണാം, എൻജോയ് ചെയ്യാം, പൊളിച്ചെടുക്കാം, കൂവാം, വിസിലടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ വന്ന് രേഖപ്പെടുത്തുക എന്ന് ഞാൻ ഒന്നും കൂടെ പറയുന്നു ഗൈസ്. ഇനി നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും കേട്ടോ ഇത് പറയാൻ പോണത്. ആരെയും കണ്ടവർ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ദേ ക്യാൻ ബാക്കിയുള്ളവർക്കും കൂടെ ഡിസിഷൻ എടുക്കുക. എന്തായാലും ഒരുമാതിരിപ്പെട്ടവരൊക്കെ കണ്ടുകയാണ്. എന്ത് ഇറങ്ങിയിട്ട് 2 ദിവസമായിടായി, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്നും കൂടെ ഞാൻ അടുത്ത് പറയുന്നു, മഴ സമയമാണ്, എല്ലാവരും പ്ലീസ് ബി കെയർഫുൾ. ആൻഡ് നമ്മളതായി ചെയ്യാൻ പറ്റുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മോഹൻ നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ടേക്ക് കെയർ, ലവ് യു ആൾ, ഗുഡ് നൈറ്റ്.